പുന്നമടക്കായലിൽ വള്ളംകളിയില്ലാത്തൊരു ഓണക്കാലത്തെക്കുറിച്ച് ആ നാട്ടുകാർക്ക് ചിന്തിക്കാനാവില്ല. ഓണം പോലെ കക്ഷി രാഷ്ട്രീയ ജാതിമത വ്യത്യാസമില്ലാതെ ഏവരും ഒരേ മനസ്സോടെ കൊണ്ടാടുന്ന വള്ളംകളി ആലപ്പുഴക്കാർക്ക് ഒരു വികാരമാണ്. സർക്കാർ ഗ്രാന്റിനേക്കാളും സമ്മാന തുകയെ കഴിഞ്ഞുമൊക്കെ 10 മടങ്ങ് കൂടുതലാകും ഒരു ബോട്ട് ക്ലബിന്റെ തന്നെ പരിശീലന ചെലവ് എന്നതിലൂടെ തന്നെ മനസ്സിലാക്കാനാകും വള്ളംകളിയുടെ സ്പിരിറ്റ്. കഴിഞ്ഞ 70-ൽ പരം വർഷങ്ങളായി മുടങ്ങാതെ നടക്കുന്ന കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ ഒഴിവാക്കാനാവാത്ത സാന്നിധ്യമായ നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ഇത്തവണ വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ ഒഴിവാക്കാൻ തീരുമാനിച്ചത്. മുൻപ് വെള്ളപ്പൊക്കം വന്നപ്പോൾ ഉൾപ്പെടെ വൈകിയാണെങ്കിലും നെഹ്റു ട്രോഫി നടന്നിരുന്നുവെന്ന് ഓർക്കണം. അന്നൊക്കെ സർക്കാർ ബോട്ട് ക്ലബ്ബുകളുടെ അർപ്പണബോധത്തെ വില കുറിച്ച് കണ്ടില്ല എന്നതാണ് സത്യം. എന്നാൽ ഇത്തവണ നെഹ്റു ട്രോഫി മാറ്റിവെക്കുന്നതായി പ്രഖ്യാപിച്ച സർക്കാർ പക്ഷേ സംഘാടകരോട് സർക്കാർ ഗ്രാന്റ് പ്രതീക്ഷിക്കേണ്ടെന്ന് പറയുക കൂടി ചെയ്തു. 19 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 100ഓളം വള്ളങ്ങൾ മാറ്റുരയ്ക്കുന്ന ഒരു ജലമേളയാണ് തികഞ്ഞ ലാഘവത്തോടുകൂടി ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. അതും സഹിക്കാം. ഇതിനു പിന്നാലെയാണ് ടൂറിസം മന്ത്രിയുടെ മണ്ഡലമായ ബേപ്പൂരിൽ ജലമേള നടത്താൻ 2.5 കോടി രൂപ ഗ്രാന്റ് അനുവദിക്കുന്നത്.